കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള സർക്കാരിന്റെ സമരം ഡൽഹി ജന്തർ മന്ദറിൽ അല്പസമയത്തിനകം തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ഇടതുമുന്നണി MLA-മാരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനൂപ് ദാസ് കേരള ഹൗസിനൊപ്പം ജന്തർ മന്ദർ റോഡിൽ നിന്ന് ബി ബാലഗോപാൽ, ജന്തർ മന്ദറിൽ നിന്ന് തന്നെ അർജുൻ പീതാംബരൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബാലുവിലേക്കാണ്. ബാലു, സമരം എത്ര മണിക്ക് തുടങ്ങും? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞോ? രതീഷ്, സമരം 11 മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാരിന്റെ സമരം ഡൽഹി ജന്തർ മന്ദറിൽ 11 മണിക്ക് തുടങ്ങുമെന്നാണ് ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തോ ഒരു ചെറിയ സാങ്കേതിക തടസ്സം, ബാലുവിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അനൂപിലേക്ക് പോയാൽ, അനൂപ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? കേരള ഹൗസിലാണോ ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുള്ളത്? രതീഷ്, ഞാൻ കേരള ഹൗസിലാണ്. മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MLA-മാരിൽ മിക്കവരും ഉള്ളത്. മറ്റ് ചില MLA-മാർ പുറത്ത് താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതാ ഇവിടെ കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിൽ അവിടെയാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. അദ്ദേഹം 10:45 ആകുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്ക് മുഴുവൻ MLA-മാരും മന്ത്രിമാരും ഇവിടേക്ക് എത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ഒരുമിച്ച് ഒരു വലിയ പ്രകടനമായി 400 മീറ്റർ അപ്പുറത്തുള്ള ജന്തർ മന്ദറിലേക്ക് പോകാനാണ് ആലോചിച്ചിട്ടുള്ളത്. നമുക്കിതാ നോക്കൂ, ദൃശ്യങ്ങളിൽ കാണാം. MLA-മാർ മിക്കവരും ഇപ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ കേരള ഹൗസിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. KK ശൈലജ ടീച്ചറും കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുമാണ് ഇവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന. EK വിജയൻ MLA ഉണ്ട്, ഇങ്ങനെ യു പ്രതിഭാരിയുണ്ട്. ഇങ്ങനെ MLA-മാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം മന്ത്രിമാരും എത്തിക്കൊണ്ടിരിക്കുന്നു. ചിലർ തൊട്ടപ്പുറത്ത് പോയി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്, എന്താണ് സമരത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അവിടെ നമുക്ക് മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലത്തിന് സമീപത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി എത്തുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പാർലമെന്റിൽ, രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഇടത് MP-മാർ നോട്ടീസ് നൽകുന്നുണ്ട്. പ്രധാനമായും കേന്ദ്രം അവഗണന അവസാനിപ്പിക്കണം, ഫണ്ടുകൾ വിട്ട് നൽകാൻ തയ്യാറാവണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുക. ഇപ്പോൾ എളമരം കരീം MP മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നത്. എന്തായാലും സമരത്തിന് പൂർണ്ണമായി സജ്ജമായിട്ടുണ്ട് കേരള ഹൗസും പരിസരവും. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കാം, ചില MLA-മാരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം. എന്തായാലും KV സുമേഷ് MLA ചേരുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട് സമരം ഒരുക്കങ്ങളൊക്കെ? ഗംഭീരല്ലേ? ഇത് മലയാളിയുടെ ശക്തമായ വികാരമാണ് പ്രകടിപ്പിക്കാൻ പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇഷ്യൂ അല്ല. അത്രമേൽ വൈരനിര്യാതന ബുദ്ധിയോടെയാണ് കേന്ദ്രം നമ്മളോട് അവഗണന. നേരത്തെ SFIയും DYFI ഇപ്പോൾ ഒരുപാട് സമരത്തിന് ജന്തർ മന്ദറിൽ വന്നിട്ടില്ല. ഈ ജനപ്രതിനിധിന് ശേഷം ജനപ്രതി എന്നുള്ള നിലയിൽ സമരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ട് അതൊരു പുതിയ അനുഭവമായിരിക്കും. ഇവിടുന്ന് ഒരുമിച്ച് പ്രകടനമായി പോകും. എങ്ങനെയാ മുഖ്യമന്ത്രി പറഞ്ഞ പ്ലാൻ? എങ്ങനെയാണ്? ഇവിടുന്ന് 10:40 കഴിയുമ്പോൾ പ്രകടനമായി എല്ലാവരും അങ്ങോട്ട് പോകും. പിന്നെ അവിടെ 2 മണി വരെ ദേശീയ നേതാക്കന്മാരിൽ ചിലരെല്ലാം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1:30-2 മണി വരെ ഉണ്ടാവും. സമര ജീവിതത്തിലെ പുതിയൊരു അനുഭവമായിരിക്കും അത് നമ്മുടെ നാടിന് വേണ്ടി. നടക്കട്ടെ. ഓക്കെ. ഇങ്ങനെ KV സുമേഷ് പറഞ്ഞ പോലെ തന്നെ നിരവധി MLA-മാരുണ്ട്. ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുകയുമാണ്. ഒപ്പം നമുക്ക് കാണാം ചില കൂടുതൽ MLA-മാരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്നുള്ളതാണ്. ശരി ടീച്ചറെ ഒരു മിനിറ്റ് കൂടി. പിന്നെ സമരം ഇനിയിപ്പം വളരെ കുറച്ച് സമയമുള്ളൂ തുടങ്ങാൻ. അതെ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് ജന്തർ മന്ദറിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ എല്ലാ MLA-മാരും മന്ത്രിമാരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആവേശകരമായിട്ടുള്ള സമരമാണ് നടക്കുന്നത്. കാരണം കേരളത്തിന്റെ ആവശ്യകതകൾ ഉയർത്തുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുമ്പോഴില്ലാത്ത അത്രയും വലിയ മാനം ഈ സമരത്തിന് വന്നിരിക്കുകയാണ്. പിന്തുണ ഈ മറ്റു പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ പലരും പിന്തുണയായിട്ട് എത്തുന്നുണ്ട് അല്ലേ? നിരവധി പേർ പിന്തുണയായിട്ട് എത്തുന്നുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വിവിധ കോണുകളിൽ നിന്നുള്ള നിരവധി പേർ എത്തിച്ചേരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തുടങ്ങുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇല്ലാത്തതിനേക്കാൾ വലിയൊരു മാനത്തിലേക്ക് ഈ സമരം. കാരണം ഇതൊരു നിലനിൽപ്പിന്റെ ആവശ്യകതയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിലനിൽപ്പുണ്ടായാലേ കേന്ദ്രത്തിന്റെയും ജനാധിപത്യപരമായ നിലനിൽപ്പുള്ളൂ. അതിന് ഭംഗം വരുത്തുന്ന നടപടികളിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള സിദ്ധാരാമയ്യ സംസാരിക്കുമ്പോഴും കേരളത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരെല്ലാം സംസാരിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ നാടിനു വേണ്ടി പോരാടുന്നതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഞങ്ങൾ MLA-മാരെല്ലാം വന്നിട്ടുണ്ട്. സമരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. നാദാപുരത്തിന്റെ ശബ്ദം EK വിജയൻ MLA കൂടെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഡൽഹി സമരം? നമ്മുടെ രാജ്യത്ത് ഫെഡറലിസത്തെ തകർക്കുന്ന നിലപാടുകളുമായാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായാണ് എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടപ്പോൾ കേരളത്തെ സംരക്ഷിക്കാൻ, മലയാളികളെ സംരക്ഷിക്കാൻ
കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ഇങ്ങനെയൊരു സമരത്തിന് തയ്യാറായിട്ടുള്ളത്. ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ സമരം നടക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ മലയാളികളും ഈ സമരത്തെ ഉറ്റുനോക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു സവിശേഷമായ സമരമാണ് കേരളം കൊണ്ടുവന്നത്. അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇപ്പം ഒട്ടേറെ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. MLA അവസാനം പറഞ്ഞൊരു പോയിന്റാണ് പ്രധാനപ്പെട്ടത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സമരം അധികം നടന്നിട്ടില്ല. അതായത് ഒരു സംസ്ഥാന മന്ത്രിസഭയാകെ MLA-മാരിൽ മഹാഭൂരിപക്ഷവും ചേർന്ന് ഡൽഹിയിൽ വന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു രീതി. ഇതാ നമ്മുടെ യുവ MLA-മാരൊക്കെ ഉണ്ട്. ലിൻഡോ, വിജിൻ, എങ്ങനെയുണ്ട് സമരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? സമരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഏതായാലും നമ്മളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. നേരത്തെ വിദ്യാർത്ഥി സംഘടനാ കാലത്തും DYFI സംഘടനാ കാലത്തൊക്കെ നിരവധി സമരങ്ങളിൽ ഡൽഹിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ഗവൺമെന്റ് തന്നെ ആ നാടിലെ ജനതയ്ക്ക് വേണ്ടി ആ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. തീർച്ചയായും അതിന്റെ ഒരു ആവേശമുണ്ട്. അത് മാത്രമല്ല, ഇത് ഇന്ത്യ എമ്പാടും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. കേരളം ഈ സമരം പ്രഖ്യാപിച്ചപ്പോഴാണ് കർണാടകം ഇന്നലെ സമരം പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെ സമരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഏതാണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് സമാനമായ ആവശ്യമായിരുന്നു കർണാടക ഉന്നയിച്ചത്. ലിൻഡോന്റെ പ്രതികരണം കൂടി നമുക്ക് തേടാം. ലിൻഡോ, SFI-കാരത്തൊക്കെ ഒരുപാട് സമരത്തിന് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ജനപ്രതിനിധിയായതിനു ശേഷം ഇങ്ങനെ ഒരു സമരത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. നേരത്തെ വിജിൻ സൂചിപ്പിച്ചതുപോലെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കടമയും ഉത്തരവാദിത്തം. അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആവുമ്പോൾ അതിന്റെ വാല്യൂ കൂടുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ആ സമരം ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലേക്ക് മാറുക. ഇന്നലെ കർണാടക സമരത്തിൽ പോലും കേരളത്തിന്റെ ആവശ്യങ്ങൾ ന്യായമാണ്, അത് സമാനമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ സമരത്തിലാണെങ്കിൽ പഞ്ചാബ്, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രി വരെ വരുന്നു. തമിഴ്നാടിന്റെ പിന്തുണയുണ്ടാവുന്നു, മറ്റ് BJP ഇതര സ്റ്റേറ്റുകളുടെ പിന്തുണയുണ്ടാവുന്നു. ഇതൊരു വലിയ സമരമായി ഇത് ഉയരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ശരി, അനൂപ് ദാസ് ആണ് കേരള ഹൗസിൽ നിന്ന് MLA-മാരുടെയൊക്കെ പ്രതികരണം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് വേഗത്തിൽ അവിടെ B. ബാലഗോപാലുണ്ട്. ബാലു, ജന്തർ മന്ദറിൽ എന്താണ് കാഴ്ചകൾ? മറ്റ് സംസ്ഥാനങ്ങളുടെ ഏതൊക്കെ പ്രതിനിധികൾ എത്തും, ഏതൊക്കെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ എത്തും എന്നതാണ് ഏറ്റവും ഒടുവിലെ വിവരം. ബാലു, രതീഷ്, നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ തന്നെ ഈ സമരത്തിന് പോകുന്നതിന് കേന്ദ്ര വിരുദ്ധ സമരത്തിന്, കേന്ദ്ര അവഗണനയ്ക്കെതിരായ സമരത്തിന് പോകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കേരള ഹൗസിൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം കേരള ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ കേരള ഹൗസിന്റെ പ്രധാന കവാടത്തിലൂടെയാണ് ഈ മാർച്ചായി പുറത്തേക്ക് വരുന്നത്. തുടർന്ന് ഏതാണ്ട് 100 മീറ്ററോളം ഈ റോഡിലൂടെ, ഈ കേരള ഹൗസിന് മുന്നിലുള്ള ജന്തർ മന്ദർ റോഡിലെ ഈ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് മാർച്ചായാണ് ഈ സമര സ്ഥലത്തേക്ക് പോകുന്നത്. സമരവേദി നമുക്ക് അങ്ങ് പിന്നിൽ കാണാം. ഏതാണ്ട് 100 മീറ്റർ അകലെയാണ് ഈ സമരവേദി ഉള്ളത്. നേരത്തെ രതീഷ് ചോദിച്ചത് ഏതൊക്കെ ദേശീയ നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ, അതായത് കോൺഗ്രസ്, BJP ഇതര പാർട്ടികളെയും ഉള്ള വിവിധ പ്രതിപക്ഷ നേതാക്കളെ ഈ സമരങ്ങളിലേക്ക് വിളിച്ചിരുന്നു. തമിഴ്നാട് സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് അവിടുത്തെ സംസ്ഥാന മന്ത്രി പളനിവേൽ ത്യാഗരാജ് ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. അദ്ദേഹം മുൻ ധനകാര്യ മന്ത്രിയായിരുന്നു, തമിഴ്നാട്ടിലെ ധനകാര്യ മന്ത്രിയായിരുന്നു. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി നിരവധി കേസുകളിൽ, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഹാജരാകുന്ന കപിൽ സിബൽ ഈ സമരവേദിയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ആം ആദ്മി പാർട്ടിയെ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നെ സമരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എത്തുമോ എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് മറ്റ് നേതാക്കൾ പങ്കെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ തന്നെ ചില പ്രതിപക്ഷ MP-മാർ ഈ സമരത്തിലേക്ക് വരും. അതായത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില പ്രതിപക്ഷ MP-മാരും ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും 11 മണിക്ക് ഓടുകൂടി തന്നെ മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരും അതുപോലെ സംസ്ഥാനത്തെ LDF MLA-മാരുമൊക്കെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ജന്തർ മന്ദർ റോഡിലൂടെ ഏതാണ്ട് 100 മീറ്റർ മാർച്ച് നടത്തിക്കൊണ്ടാണ് ഈ സമരവേദിയിലേക്ക് എത്തുന്നത്. 11:30 ആകർഷിക്കുന്ന ഒരു സമരമാണ്.